സംഗീതം നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അതെ ചേട്ടാ. അപ്പം നിങ്ങൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതെ ചേട്ടാ. ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് കമ്പോസ് ചെയ്ത് കൊടുത്തു. അതെ. പക്ഷെ അത് വേറെ ആരോ കൊണ്ടുപോയി. കാക്ക കൊത്തിക്കൊണ്ടുപോയി. അത് ഏത് കാക്ക? ഏത് കാക്കയെന്നൊന്നും എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാല്. അത് ഈ പറഞ്ഞ ഒരു കഥ. ദിസ് ഇസ് ഓൾസോ തമിഴ്നാട് റിലേറ്റഡ് ആണ്. ആണല്ലേ? അതെ. എനിക്ക് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ കയറിയതിന് ശേഷം എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ജയപ്രകാശ്, അദ്ദേഹം വഴി എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഒരു പാട്ട്, ഐ മീൻ ഒന്നല്ല 3 പാട്ട് ഒരു ഫിലിമിന് ചെയ്യണം. ഏത് ഫിലിമാണെന്നോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. അവരുടെ റിക്വയർമെൻറ്റ് ഇതാണ്: ഒരു ഇൻട്രോ സോങ് വേണം, ഒരു റൊമാൻറ്റിക് സോങ് വേണം, പിന്നെ കുറച്ച് ഒരു അടിപൊളി അങ്ങനത്തെ രീതിയിലുള്ള റിക്വയർമെൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആക്ച്വലി എനിക്ക് എല്ലാ ഇതൊന്നുമില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും പോരാ, MIDI കൺട്രോളർ അങ്ങനെയൊന്നും വലിയ സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് അതിനോടുള്ള താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ രാത്രിയൊക്കെ ഇരുന്ന് പെയിൻറ്റ്, നമ്മുടെ ഈ അതിനകത്ത് ടൂൾ ഉണ്ടല്ലോ, പെയിൻറ്റ് ടൂൾ വെച്ചിട്ട് നൊട്ടേഷൻസ് ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് ഞാൻ 4 പാട്ട് ചെയ്തു. അത്രയും എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് എടുത്തു എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അതിനുശേഷം അതിന് നമുക്ക് എന്താ ചെയ്യുക, അതിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തൊക്കെ ചെയ്ത് അതിനെ ബാക്കി പ്രോസസ്സിങ്ങും അതൊക്കെ ഞാൻ പിന്നെ യൂട്യൂബ് നോക്കി പഠിച്ച് അതൊക്കെ ചെയ്ത് കൊണ്ടുപോയി അവിടെ ഏൽപ്പിച്ചു. അത് സ്റ്റാർ സ്റ്റുഡിയോ ചെന്നൈയിലായിരുന്നു. അവിടെ കൊണ്ട് അവരെ ഏൽപ്പിച്ച സമയത്ത് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ പോണ്ടിച്ചേരിയിൽ ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ, ട്രൂപ്പിലെ അതിൻ്റെ പ്രൊപ്പറേറ്റർ ഒരു ചേട്ടനുണ്ട്, ജൂഡ് എന്ന് പറഞ്ഞിട്ട്. പുള്ളി ലണ്ടൻ സ്കൂൾ ഓഫ് മ്യൂസിക്സ് എന്നൊക്കെ ഗ്രേഡൊക്കെ എടുത്ത ഗിറ്റാറിസ്റ്റാണ്. സോ എനിക്ക് അദ്ദേഹത്തിനെ കൊണ്ട് എനിക്ക് ഇത് വായിക്കണം എന്നുണ്ടായിരുന്നു, ഒരു ബീറ്റ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. പക്ഷെ ആ ദിവസം പുള്ളിക്ക് വരാൻ പറ്റിയില്ല. എനിക്ക് എന്താണെന്നറിയില്ല, മേ ബി നമ്മൾ ഫ്രഷർ ആയതുകൊണ്ടായിരിക്കും. പ്രൊഡ്യൂസർ നമ്മളോട് പറഞ്ഞു, എനിക്കൊന്നും അറിയണ്ട, ശരിയാത്, ഞാൻ ഈ സ്റ്റുഡിയോ ഇത്രയും നേരത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് സാധനം കിട്ടണം, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. രാവിലെ സാലിഗ്രാമം സ്ട്രീറ്റ് അല്ലേ, ഞാൻ പേര് തെറ്റല്ലോ, ആ സ്ട്രീറ്റിൽ രാവിലെ ഇറങ്ങുന്നുണ്ട്. രാവിലെ ഇറങ്ങി ഒരു ഗിറ്റാറിസ്റ്റിനെ തപ്പി നടക്കുന്നു. എവിടെ പോകാനാണ്, എനിക്ക് ആരെയും അറിയില്ല, അവിടെ ഒരു മനുഷ്യനെ അറിയില്ല, ആരുടെയും നമ്പറില്ല. നടക്കുന്നുണ്ട്. ഞാൻ പോകുമ്പോൾ ഓരോ സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, അണ്ണാ ഒരു ഗിറ്റാറിസ്റ്റ് കിട്ടുമോ, അണ്ണാ ഒരു ഗിറ്റാറിസ്റ്റ് കിട്ടുമോ, കാരണം എനിക്കിത് എങ്ങനെയും ചെയ്യണം എന്നുള്ളതാണ് മനസ്സിൽ. അപ്പം ഇല്ലെങ്കിൽ ഞാൻ എന്ത് ആൻസർ പറയും. അപ്പം ഞാനിതിങ്ങനെ ഓരോരുത്തരോട് ചോദിച്ച് അവസാനം ഒരു ഓട്ടോ ചേട്ടനെ കണ്ടുവിട്ടുന്നു. ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എനിക്കൊരു ഹെൽപ്പ് വേണം, ഒരു ഗിറ്റാറിസ്റ്റിനെ അറിയാമോ ചോദിച്ചു. പുള്ളി പറഞ്ഞ് കയറിക്കുന്നു പറഞ്ഞു. ഓട്ടോയിൽ കയറി സറസറയെന്ന് പോകുന്നുണ്ട്. അപ്പം ആള് ഇങ്ങനെ എന്നോട് ചോദിച്ചു, മലയാളിയാ? ആമാ, ഞാനും മലയാളിയാ. അപ്പം കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഇദ്ദേഹം അവിടെ എന്താ ആക്ട് ചെയ്യാൻ വന്നതാണ്. പിന്നെ അവസാനം ഓട്ടോ നിൽക്കുന്നത്. പോകുന്ന വഴിക്ക് ഇപ്പം നമ്മൾ ഈ തമിഴിലെ കോമഡിയൻസിനൊക്കെ അവിടെ നിൽക്കുന്ന കാണുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് അതൊക്കെ വീഡിയോ മനസ്സിൽ ഓർത്ത് ഇങ്ങനെ രജിസ്റ്റർ ആയിട്ടിരിക്കുക. അവിടെ എവിടേക്കോ കറക്കിക്കൊണ്ടുപോയിട്ട് ഒരു ഗിറ്റാറിസ്റ്റിനെ കൊണ്ടുവന്നു, അത് ചെയ്തു, അതെല്ലാം ചെയ്യിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം എന്തായി, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്തായി എന്ന് അറിയാൻ വിളിക്കുമ്പോൾ ആരും എടുക്കില്ല. സോക്കോൾ ഡയറക്ടർ എടുക്കില്ല, അസോസിയേറ്റ് ഡയറക്ടർ എടുക്കില്ല, അവിടുത്തെ ആരെ വിളിച്ചാലും അവരെടുക്കില്ല. പിന്നെ അത് അങ്ങനെ പോയി. വേറെ ആരോട് ഞാൻ ഒന്നും പറയാനോ ഒന്നുമില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷം എൻ്റെ ഈ ഫ്രണ്ട് തന്നെ എന്നോട് പറഞ്ഞു, അരവിന്ദ് അത് നോക്കണ്ട, അത് വേറെ ആരോ പേരിൽ എടുത്തോണ്ട് പോയി, അത് വിട്ടേക്കൂ. അപ്പൊ നിങ്ങളുടെ അതേ ട്യൂൺ തന്നെ, സെയിം ട്യൂൺ ഞാനത് കേട്ടിട്ടില്ല ശ്രീയേട്ട, സത്യം പറഞ്ഞ. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ടില്ല. ഇനിയും വരട്ടെ, അതൊക്കെ വിടുക മനസ്സിൽ. എന്നാലും നല്ല അവസരം വരട്ടെ. പാട്ടൊക്കെ ഇല്ലേ മനോജേട്ട, ഇതൊക്കെ പോവോ നമ്മുടെ മനസ്സിൽ? എന്തായാലും ഡെഫിനറ്റ്ലി അരവിന്ദിന് ഒരു വലിയ ഫ്യൂച്ചർ ഉണ്ട്. പാട്ടിലാണോ, അതോ മ്യൂസിക് ഡയറക്ഷനിലാണോ, അതോ ഇൻസ്ട്രുമെന്റലിലാണോ, എന്തായാലും യു ആർ എ ഫാന്റാസ്റ്റിക് മ്യൂസീഷ്യൻ എന്ന് ഞാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും ചുരുക്കം 2 വാക്കിൽ പറയാനുണ്ടോ? ചേട്ടാ, ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം സഹായിച്ച് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ചേട്ടാ, കുറേ ഹാർഡ് വഴികൾ തരും, ഒരുപാട് നമുക്ക് അതിൻ്റെ പ്രഷറും സ്ട്രെസ്സും എല്ലാം കിട്ടും. പക്ഷെ അവസാനം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും ദൈവം നമ്മളെ ആ കുഴി കൊണ്ടിടില്ല, അതിന്ന് അങ്ങനെ കൈ പിടിച്ചങ്ങനെ കൊണ്ടുപോകും. അത് എനിക്ക് പലവട്ടവും അനുഭവമുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഇവിടെ പാടുമ്പോഴും എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ചേട്ടാ. എൻ്റെ പാട്ട് ഞാൻ ഇതാണ്, അതായത് ഒരു വെടിക്കുള്ള കുറച്ച് മരുന്നെങ്കിലും എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പേഴ്സണലി. അല്ല, കോൺഫിഡൻസ് ആണ്. അതെ, ഞാൻ വിശ്വസിക്കുന്നുണ്ട് ചേട്ടാ, വളരെ ഓപ്പൺ ആയിട്ട്. പിന്നെ ചാൻസ് കിട്ടുമോ കിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലത്ത് റിജക്ഷൻ ആണ്.
അതിനൊക്കെ ശേഷമാണ് ഞാൻ IT-യിലേക്ക് കയറുന്നത് തന്നെ. റിജക്ഷൻ കിട്ടിയാണ് ഞാൻ IT കയറുന്നത്. അതിലൊരു കാര്യമുണ്ട്, അരവിന്ദ് ഒരിക്കലും വിചാരിച്ചില്ലേ പാടാൻ നേടാന്ന് പറഞ്ഞ ഇത് ഈ ഒരു വലിയ പ്ലാറ്റ്ഫോം വരുമെന്ന് വിചാരിച്ചു? ഇല്ല ചേട്ടാ, ഇതൊക്കെയാണ് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കത്തുമില്ല. അതെ, കറക്റ്റ് ആണ്. അതാണ് അതിന്റെ സത്യം. ഈ വേദി അരവിന്ദിന് നല്ലൊരു വഴിത്തിരിവാവട്ടെ, പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിച്ചു. താങ്ക് യു. ഇല്ല. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. അരവിന്ദിന് അമൃത ടിവിയുടെ ഒരു ആദരവുണ്ട്. അതിനുവേണ്ടി ഞാൻ മനോജിനെ അങ്ങോട്ട് ക്ഷണിക്കുക. തീർച്ചയായും സന്തോഷം. അമൃത ടിവിയുടെ ആദരവ് നമ്മുടെ പ്രിയങ്കരനായ മനോജ് കെ ജയൻ അരവിന്ദിന് നൽകുന്നു.